ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷിൻസ കിച്ചൺ റെസിപ്പീസ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇഡ്ഡലി കേക്ക് എന്ന് പറയാം. അപ്പോൾ ഈ ഇഡ്ഡലി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, ഇത് ഇഡ്ഡലി ചെമ്പിലാണ്. ഇഡ്ഡലിയുടെ ആ ഒരു ഷേപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇഡ്ഡലി കേക്ക് എന്ന് പറയുന്നത്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുഞ്ഞു ബെല്ലേക്ക് കൂടി ചെയ്യണം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ആദ്യം തന്നെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ്, അതായത് 150 ml അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി അരിച്ചെടുക്കാം. 1-2 തവണയൊക്കെ അരിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 2 തവണ അരിച്ചെടുത്തിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബോളാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എന്നുള്ളവർക്ക് കൂടുതൽ മുട്ട എടുക്കാവുന്നതാണ്. ഞാൻ 2 കൊണ്ട് 7 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുട്ട എടുക്കാവുന്നതാണ്. അപ്പോൾ മൈദയുടെ അളവും കൂട്ടി കൊടുക്കണം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ബീറ്റർ വെച്ചിട്ടാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ തന്നെ വേണമെന്നൊന്നുമില്ല. മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഹൈ സ്പീഡിൽ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്, സാധാരണ കേക്ക് ഉണ്ടാക്കുന്നവരെ അത്ര ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പരുവം വേണ്ട, പിന്നെ നല്ലോണം ലൂസായിട്ടുള്ളതും വേണ്ട. ഇതുപോലെ ഒരു മീഡിയം ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിച്ച് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം. അത് ഒക്കെ കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കണ്ട, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് ഒന്ന് മിക്സായി വന്നതിന് ശേഷം ബാക്കിയുള്ളത് കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാനിവിടെ 2-3 തവണയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കി കൊടുക്കുന്നത്. പിന്നെ ഓവർ മിക്സിംഗ് ഒന്നും ചെയ്യണ്ട. അതിൽ കട്ടകളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു മിക്സി കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ആകണം. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബോൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതിൽ നിന്നും കുറച്ച് ഇട്ട് കൊടുക്കാം. ഒരു പകുതിയോളം ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി വരുന്നത് നമുക്ക് വേറൊരു ബൗളെടുത്ത് അതിലോട്ടും ഇട്ട് കൊടുക്കാം. ഇനി ആദ്യത്തെ ഇതിലേക്ക് ഞാൻ റെഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ടൊമാറ്റോ റെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു കളർ മാത്രമുള്ള കയ്യിലെങ്കിൽ ഒന്ന് വൈറ്റും ഒന്ന് കയ്യിലുള്ള കളറും ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ പിസ്ത കളറും റെഡ് കളറുമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോൾ എടുക്കാം. ഇതിലോട്ട് പിസ്ത കളർ ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിപ്പോൾ രണ്ടും നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇഡലിയുടെ ആ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സൺഫ്ലവർ ഓയിലൊന്ന് തടവി കൊടുക്കാം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഒരു കൈ വെച്ചിട്ടൊന്ന് തടവി കൊടുക്കാം. ഇപ്പോൾ എല്ലാത്തിലും തടവി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. അതെങ്ങനെ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം പിസ്ത കളർ ചേർത്തിട്ടുള്ള മിക്സിൽ നിന്നും 1 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് റെഡ് കളറിൽ ഉണ്ടാക്കിയിട്ടുള്ള മിക്സിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ മുഴുവനിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും അതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇഡലി പാത്രത്തിലോട്ട് ഇറക്കി വെക്കാം. ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റിന് ശേഷം നല്ലവണ്ണം പൊന്തി വന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഓയിൽ പുരട്ടിയതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്. നല്ലവണ്ണം ഒന്നും ഒട്ടിപ്പിടിക്കുകയും ചെയ്യാതെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഇതെല്ലാം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം പറയണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ ആ കുഞ്ഞു ബെല്ലേക്കും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.